my dear physics warriors. Welcome. എന്ത് ഫിസിക്സ് വാരിയേഴ്സ്? ബാക്കിയുള്ളവർക്ക് ഇവിടെ ജീവിക്കണ്ട. ഫിസിക്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, ബയോളജി ആയിക്കോട്ടെ, ബോർഡ്സ് ആയിക്കോട്ടെ, നീറ്റ് ആയിക്കോട്ടെ, ഇതെല്ലാവർക്കും വേണ്ടിയുള്ള സെഷനാണ്. ഞാൻ ഇന്നോട് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി വന്നതാ. അങ്ങനെ നമ്മൾ ഡിസ്ക്രിമിനേറ്റ് ചെയ്യില്ല നമ്മുടെ പിള്ളേരെ. ഞാൻ ഇന്നോട് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി വന്നതാ. എന്തിനാ വന്നത്? അതേ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനും വന്നത്. ആ സർപ്രൈസിൽ ഞാനും ഭാഗമാണ്. അതൊന്നും മാറിക്കണ്ട്. ഓക്കെ, സോ മക്കളെ, നിങ്ങൾക്ക് ഇന്നത്തേക്ക് ഒരു വലിയ 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 സർപ്രൈസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, എങ്ങനെ ബോർഡ്സും നീറ്റും ഹാൻഡിൽ ചെയ്യും? കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ് ചിന്തിക്കുമ്പോൾ. പക്ഷെ നമുക്ക് അടിപൊളിയായിട്ടൊരു പ്ലാൻ ഉണ്ട്. പ്ലാൻ ഒക്കെ ഉണ്ട്. കാരണം ഈ ഒരു മാസം എന്താ പറയാ, ഫുൾ ബോർഡ്സിന് ഫോക്കസ് ചെയ്യുന്നു. പക്ഷെ അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരുമ്പോഴത്തേക്ക് അയ്യോ നീറ്റ് ഒരു ഗ്യാപ്പ്, ഒരു ബ്രെത്ത് എടുക്കാനുള്ള ഗ്യാപ്പ് ഇല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. സോ അതെങ്ങനെ മാനേജ് ചെയ്യാന്നുള്ളത് പെട്ടെന്ന് നമുക്ക് ഈ സെഷനിൽ കാണാം. ഓക്കെ, പറയാലോ? യെസ്. സോ ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ്, NCERT. ഞാനിത് എന്താ പറയാ, നമ്മളൊക്കെ ഇത് ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഏത് എക്സാം ആണെങ്കിലും, നമ്മുടെ സ്റ്റേറ്റ് സിലബസിനാണെങ്കിലും നമ്മൾ ഇതേ ബുക്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. CBSE ആണെങ്കിലും ശരി, അതേപോലെ തന്നെ നമ്മുടെ നീറ്റ് എക്സാമിനാണെങ്കിലും NCERT ബുക്സ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇത് വിട്ടിട്ടുള്ള കളി തൽക്കാലത്തേക്ക് വേണ്ട. പഠിക്കുക, ഇതിനകത്തുള്ള എല്ലാ വാക്കുകളും എല്ലാ വരികളും നല്ലോണം വായിച്ച് നല്ലോണം പഠിക്കുക, മനസ്സിലാക്കുക. ബിക്കോസ് ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഗൈസ്. അതിപ്പം ഏത് എക്സാമിനാണെങ്കിലും ദിസ് ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. കണ്ടിന്യൂസ് ആയിട്ട് റിവൈസ് ചെയ്യുക. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇതൊക്കെ പഠിച്ച് കഴിഞ്ഞ് തീർത്തിട്ട്, ഇത്രയും സാധനമുണ്ട്, ഇതൊക്കെ പഠിച്ച് കഴിഞ്ഞ് തീർത്തിട്ടാണെങ്കിൽ നിങ്ങൾ ഗൈഡൊക്കെ പോയി പഠിച്ചു, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഏറ്റവും ഫസ്റ്റ് NCERT ഡെഫിനറ്റ്ലി. ഓക്കെ, അപ്പം ഇനി അടുത്ത പോയിന്റിലേക്ക് പോവാം. യെസ്, ബേസിക്സ്. കോൺസെപ്റ്റ്സ് അറിയാമെങ്കിൽ നമ്മൾ ബോർഡിന് ഏത് ക്വസ്റ്റ്യൻ വന്നിട്ടാണെങ്കിലും അതുപോലെ തന്നെ നീറ്റിന് ഏത് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിലും ഈസി ആയിട്ട് ആൻസർ ചെയ്യാം. ബൈ ഹാർട്ട് പഠിച്ചു അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കി വെക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ പഠിക്കുന്ന കാര്യം നല്ല വൃത്തിയായിട്ട് മനസ്സിലാക്കി പഠിച്ചിട്ടുണ്ടെങ്കിൽ ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. സോ ഡെഫിനറ്റ്ലി പഠിച്ചുകൊണ്ടിരിക്കുമ്പം കോൺസെപ്റ്റ് നല്ല പോലെ അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് നീറ്റിന് വളരെയധികം ബെനഫിറ്റ് ആയിരിക്കും. ഓക്കെ, ഓക്കെ, ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് നീറ്റിന് ചിലപ്പോൾ ഇമ്പോർട്ടൻസ് വേറെ ആയിരിക്കും, ബോർഡ് എക്സാംസിന് ഇമ്പോർട്ടൻസ് വേറെ ആയിരിക്കും. ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ആദ്യം നമുക്ക് ബോർഡ് എക്സാംസിനെ ഫോക്കസ് ചെയ്തിട്ട് ഡിലീറ്റഡ് പോർഷൻ ഉണ്ട്, ഒരുപാട് പോർഷൻ നിങ്ങൾക്ക് ബോർഡ് എക്സാമിന് പഠിക്കാനില്ല. സോ അതൊക്കെ എന്താ പറയുക, ഇപ്പൊ പഠിക്കണം. അതിപ്പോ പഠിച്ചിട്ട് കാര്യമില്ല, കാരണം നമ്മൾ എഴുതാൻ പോകുന്ന ആദ്യത്തെ എക്സാം ബോർഡ് എക്സാം ആണ്. ഓക്കെ, സോ തലയിൽ കയറ്റി വെക്കുന്നതിനെക്കാട്ടിലും ആസ് ഇഫ് നോ ബോർഡിനുള്ളത് പഠിച്ചിട്ട് ബോർഡ്. എക്സാക്ട്ലി. സോ ഞാനെന്താ പറഞ്ഞു വെച്ചാല്, നമ്മൾ ആദ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബോർഡിലുള്ള ചാപ്റ്റേഴ്സിനെ ആദ്യം തൊട്ട് അവസാനം വരെ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ പിന്നെയുള്ള ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഏപ്രിൽ മാസം ഉണ്ടല്ലോ, ഈ ബോർഡ് എക്സാം കഴിഞ്ഞിട്ട് ആ സമയത്ത് പിന്നെ ഈ ചാപ്റ്റേഴ്സ് തുറന്ന ആവശ്യം വരരുത്. ഇല്ല, ശരിയാണ്, അങ്ങനെ വരരുത്. അത്രയും നന്നായിട്ട് വേണം നമ്മൾ ഇപ്പൊ ഉള്ള ചാപ്റ്റേഴ്സ് പഠിക്കേണ്ടത്. അത്രയും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനെപ്പറ്റി നമ്മൾ ആലോചിക്കുകയേ വേണ്ട. ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് 11th പോർഷനും ഡിലീറ്റഡ് ആയിട്ടുള്ള പോർഷനും കൂടെ പഠിച്ച് നമുക്ക് ഏപ്രിൽ ഒരു മാസം കൊണ്ട് പഠിച്ച് തീർത്തു കഴിഞ്ഞാൽ പിന്നെ നീറ്റിന് എനിക്ക് ഒന്ന് പ്രോപ്പർ ആയിരിക്കും, സിലബസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനും സമയം കംപ്ലീറ്റ് ചെയ്യാനും പറ്റും. സോ ഇപ്പൊ തൽക്കാലത്തേക്ക് നീറ്റിനെ പറ്റി വറി ചെയ്യാതെ ബോർഡ്സിനുള്ള പോർഷൻസ് ഫോക്കസ് ചെയ്യുക, അത് കംപ്ലീറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ബോർഡ്സിനാണെങ്കിലും ഇങ്ങനെ പകുതി അത് ഏകദേശം അറിയാം, ഓക്കെ പകുതി അറിയാം എന്ന് പറയുന്നതിനേക്കാളും നല്ലത് ഏതൊക്കെയാണോ ടോപ്പിക്സ് ഉള്ളത് അത് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക. പിന്നെ ബാക്കി അവസാനം ഒന്ന് റിവൈസ് ചെയ്യേണ്ട രീതിയിൽ നിങ്ങൾ അതിനെ ആക്കി വെക്കുക. അത് റെഡി ആക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ബോർഡ്സും അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും, നീറ്റ് അടിപൊളിയായിട്ട് എഴുതാൻ പറ്റും. യെസ്, ഡൺ. ഇനി എന്താണ് ഇനിയുള്ള കാര്യം? ലേൺ ആൻഡ് റിവൈസ് എക്സാംസ് മാത്രമല്ല നമ്മുടെ ഫോർമുലാസ്. ഫിസിക്സ് പറയുവാണെന്നുണ്ടെങ്കിൽ ഫോർമുലാസിന്റെ ഫിസിക്സ് വാരിയേഴ്സിന് വേണ്ടിയിട്ട് ഫോർമുലാസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ഒരുപാട് ഡെറിവേഷൻസ് ഉണ്ട്. അപ്പം ബോർഡ് എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുവാണെങ്കിൽ നമ്മുടെ ഡെറിവേഷൻസ് എന്ന് പറയുന്നതിനൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓൾമോസ്റ്റ് ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ള പോലെ 50% മാർക്ക് നമുക്ക് ഫിസിക്സിൽ സ്കോർ ചെയ്യാവുന്ന ഒരു സംഭവമാണ് ഈ ഡെറിവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതൊന്നും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പം അതുപോലെ തന്നെ ഈ എക്സാമ്പിൾസിന്റെ കൂടെ ഫോർമുലാസും കൃത്യമായിട്ട് ഒരു നിങ്ങൾ ഇതിനു വേണ്ടി
വേണ്ടിയിട്ട് ഒരു പുതിയ നോട്ട്ബുക്ക് എടുക്കുക, ഫോർമുലാസിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു ബുക്ക് എടുക്കുക, കൃത്യമായിട്ട് എഴുതി വെക്കുക. ദെൻ ഡെറിവേഷൻസ്, ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷൻസ് ഡിറൈവ് ചെയ്തിട്ടല്ല, അതായത് മൈൻഡിൽ ഇങ്ങനെയല്ല, നമ്മൾ കൃത്യമായിട്ട് എന്താ പറയുക, ഒരു പേപ്പർ എടുക്കുക അല്ലെങ്കിൽ പെൻ എടുക്കുക, എഴുതി എവിടേക്കാണ് സ്റ്റക്ക് ആവുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി എഗെയിൻ ഒരിക്കലും സ്റ്റക്ക് വരാത്ത രീതിയിൽ എഴുതി പഠിച്ചിട്ട് ആ ഡെറിവേഷൻസ് കംപ്ലീറ്റ് ചെയ്യുക. സോ അതിന് വേണ്ടിയിട്ട് നിങ്ങളൊരു സെപ്പറേറ്റ് നോട്ട്ബുക്ക് കീപ്പ് ചെയ്യുക, കാരണം ഇതൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ആൻഡ് അതുപോലെ തന്നെ എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞു, അത് ഇനി ഫിസിക്സിന് മാത്രമല്ല, ഈ പറയുന്ന പോലെ കെമിസ്ട്രിക്കാണെങ്കിലും ആവശ്യമുണ്ട്, ഒരുപാട് പഠിക്കാനുണ്ട്. യെസ്, അതൊക്കെ നിങ്ങൾ സെപ്പറേറ്റ് ഒരു നോട്ട്ബുക്കിൽ എഴുതി പഠിച്ച് കൃത്യമായിട്ട് ഫോക്കസ് കൊടുത്ത് പഠിക്കുക. അങ്ങനെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് നീറ്റിന് നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടായിരിക്കും. 2 കാര്യത്തിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് മാനേജ് ചെയ്ത് പോകാൻ പറ്റും. ഓക്കെ മാം, അപ്പൊ പിന്നെ നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോവാം. സോ മറക്കാതെ ഇതൊക്കെ എഴുതി പഠിക്കുക. ഓക്കെ, പിന്നെ പഠിക്കാനുള്ളത്, പിന്നെ ചെയ്യാനുള്ള കാര്യം വെച്ചാൽ നമ്മുടെ MCQs ഒക്കെ സോൾവ് ചെയ്യുക. കാരണം ഈ പറയുന്ന പോലെ നമ്മുടെ ബോർഡ് എക്സാംസിനും കുറച്ച് മാർക്ക്, ഒരു ലിമിറ്റഡ് എമൗണ്ട് ഓഫ് മാർക്ക് നമ്മൾ MCQസിൽ കൊടുക്കുന്നുണ്ട്. നീറ്റ് പിന്നെ കംപ്ലീറ്റ്ലി MCQs ആണ്. സോ നിങ്ങൾ ഡിഫിക്കൽട്ടി ലെവലൊന്നും നോക്കാതെ കിട്ടുന്നിടത്തുനിന്ന് ഏറ്റവും കൂടുതൽ MCQs എവിടെ നിന്നൊക്കെ കിട്ടുന്നു അവിടുന്നൊക്കെ പ്രാക്ടീസ് ചെയ്യുക. മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക, സ്പീഡ് കൂടും. അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക, വെറൈറ്റീസ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഫേസ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് കിട്ടും. സോ അതുകൊണ്ട് MCQs എത്ര തന്നെ പോസിബിൾ ആണോ അത്രയും തന്നെ ചെയ്യാം. യെസ്, എനിക്കൊന്ന് അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻസ് ഉണ്ട്, കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, സാധാരണ MCQs ഉണ്ട്. ഇതൊക്കെ തന്നെയായിരിക്കും നീറ്റിലും വരിക. ഓക്കെ, കോൺസെപ്റ്റ്സ് എന്താ പറയുക, എത്രത്തോളം അപ്ലൈ ചെയ്യാൻ പറ്റും, എത്രത്തോളം അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻസും അതേപോലെ വരുന്നുണ്ട് ഒരുപാട്. എനിക്ക് തോന്നുന്നു ആയിക്കോട്ടെ. അപ്പൊ ഇനിയിപ്പം സർപ്രൈസ് റിവീൽ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി പറയാം. ഓക്കെ, സോ സർപ്രൈസ് റിവീൽ ചെയ്യാനുള്ള സമയമാണ്. സോ ആരാണ്, ഞാൻ പറയണം, ഞാൻ പറയുന്നു? ഓക്കെ, ഞങ്ങൾ സോ എൻ്റെ ഫിസിക്സ് വാരിയേഴ്സിനും എൻ്റെ സ്വന്തം സ്റ്റുഡൻസ്, എല്ലാ സ്റ്റുഡൻസിനും, കേരളത്തിലുള്ള എല്ലാ സ്റ്റുഡൻസിനും വേദാന്തു മലയാളം ഓൾവേസ് നിങ്ങളുടെ കൂടെ ഉണ്ട്. സോ നിങ്ങൾക്ക് കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പുതിയൊരു കെമിസ്ട്രി ടീച്ചറെ കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ ഞങ്ങൾ ആ കെമിസ്ട്രി ടീച്ചറെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്. സോ മാം വായോ, വരൂ. യെസ്, ഇതാണ് നമ്മുടെ പുതിയ കെമിസ്ട്രി മിസ്. ഹായ്, വെൽക്കം മാം, വെൽക്കം ടു വെദാന്തു മലയാളം യൂട്യൂബ് ചാനൽ. താങ്ക് യു. അപ്പൊ പിന്നെ എന്തായാലും പിള്ളേർക്ക് മാമിനെ പറ്റി കൂടുതൽ അറിയാൻ താല്പര്യം ഉണ്ടാവും. കുറച്ച് ഇൻട്രൊഡക്ഷൻ. ഓക്കെ, ഒരുപാടൊന്നും നമ്മളിവിടെ പറയുന്നില്ല, ബാക്കിയൊക്കെ നിങ്ങളുടെ കെമിസ്ട്രി സെഷനിൽ ചെയ്താൽ മതി. ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തേക്ക് എന്തായാലും. ഓക്കെ, ഹലോ എവ്രിവൺ, എൻ്റെ പേര് ഷിബില. ഞാനാണ് വേദാന്തു മലയാളം യൂട്യൂബ് ചാനലിലെ പുതിയ കെമിസ്ട്രി ടീച്ചർ. ആൻഡ് ഞാൻ പഠിച്ചതൊക്കെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ്. മെഡിക്കൽ കോളേജിലോ? അതെ. ഡോക്ടർ ആയിരുന്നോ? അല്ലല്ല, ഞാൻ B.Pharma പഠിച്ചേ. ഓക്കെ, തൂക്കി കയറി അങ്ങ് വെടിവെച്ചു. ഡോക്ടേഴ്സ് മരുന്ന് എഴുതും, ഞങ്ങൾ മരുന്ന് കൊടുക്കും, മരുന്ന് ഉണ്ടാക്കും ഒക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെ പഠിച്ചോണ്ട് ഞാൻ എങ്ങനെ വേദാന്തിൽ എത്തിയെന്ന് പറയാം. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ഒക്കെ കെമിസ്ട്രി പഠിക്കാനുണ്ട്. അപ്പോൾ ആ കെമിസ്ട്രി പഠിക്കുന്ന സമയത്ത് കെമിസ്ട്രിയോട് കൂടുതൽ 11th and 12th എനിക്ക് കെമിസ്ട്രി ഇഷ്ടമായിരുന്നു. ഇങ്ങനെ പഠിച്ചപ്പോൾ കെമിസ്ട്രിയോട് കുറച്ച് ഇഷ്ടം തോന്നി. അങ്ങനെ ഞാൻ 3rd ഇയർ മുതൽ ക്ലാസ് എടുക്കൽ സ്റ്റാർട്ട് ചെയ്തു 11th and 12th സ്റ്റുഡൻസിന്. അങ്ങനെ വന്നു ഇവിടം വരെ എത്തി. ഓക്കെ, അപ്പൊ മാം ഇങ്ങനെ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും ഒക്കെ അല്ലാതെ ബാക്കി എന്തൊക്കെ കാര്യങ്ങളാണ്, ഹോബീസ് എന്തൊക്കെയാണ് മാമിന്റെ? ഞാൻ ചെറുതായിട്ട് പാട്ട് പാടും, പിന്നെ ട്രാവൽ ചെയ്യാൻ. ഇനിയിപ്പോ ബാക്കി അവർ നോക്കും. അപ്പൊ ഇനി കെമിസ്ട്രി സെഷൻസിലൊക്കെ നമുക്ക് പാട്ടും എക്സ്പെക്ട് ചെയ്യാം, കുട്ടികൾക്ക് ഒരു എന്റർടൈൻമെന്റ് അല്ലെങ്കിൽ സ്റ്റുഡൻസ് എന്തൊക്കെയോ വരാൻ പോകുന്നുണ്ട്. പിന്നെ പാട്ട് പാടും, പിന്നെ ട്രാവൽ ചെയ്യാൻ ഇഷ്ടമാണ്. അടിപൊളി. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്ക് ടു നമ്മുടെ പിള്ളേരെ. അപ്പൊ ഇനി എന്തൊക്കെയാ നമുക്ക് പറയാനുള്ളത്? ഐ തിങ്ക് PYQ സാമ്പിൾ പേപ്പേഴ്സും ഡിസ്കസ് ചെയ്തില്ല. അത് പറഞ്ഞിട്ടില്ല. യെസ്, സോ ഷിബില മാമിന് എന്ത് തോന്നുന്നു, PYQs പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും സാമ്പിൾ പേപ്പേഴ്സും പ്രാക്ടീസ് ചെയ്യുന്നതിന്റെ എത്രത്തോളം എഫക്റ്റ് ഉണ്ടാവും ഒരു പരീക്ഷയിൽ? അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും സാമ്പിൾ പേപ്പേഴ്സും ചെയ്താൽ നമുക്ക് എക്സാമിന് ഫേസ് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. നമ്മുടെ എക്സാമിനൊക്കെ നല്ലോണം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വരുന്ന കാരണം ഇതൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ് തന്നെ നമുക്ക് എക്സാമിന് എഴുതാൻ പറ്റും. ഓക്കെ, സോ PYQs ആൻഡ് സാമ്പിൾ പേപ്പേഴ്സ് എത്രത്തോളം പറ്റും അത്രത്തോളം ചെയ്യുക, കാരണം ആ പാറ്റേൺ നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ടൈം മാനേജ്മെന്റ് സ്കില്ലും ഡെവലപ്പ് ആവും. അതുകൊണ്ട് തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും സാമ്പിൾ പേപ്പേഴ്സും
സോൾവ് ചെയ്യാതെ ഒരു കുട്ടി പോലും എക്സാം അറ്റൻഡ് ചെയ്യരുത്. ഓക്കെ, അത് ചെയ്യുമ്പോൾ നിങ്ങളൊരു ടൈം ഫ്രെയിം വെച്ചിട്ട് ചെയ്യുക. അതായത് ഈ പറയുന്ന പോലെ എക്സാമിന് എത്ര മണിക്കൂറാണോ ആ ഒരു ടൈം ഫ്രെയിം വെച്ചിട്ട് ഒരു പേപ്പർ സോൾവ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ഹെൽപ്പ് യു മോർ. ടൈം മാനേജ്മെന്റ് അതിന് കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, സോ നമ്മുടെ ടിപ്സും ട്രിക്സും ഒക്കെ ഏകദേശം കഴിഞ്ഞു. നമ്മൾ ഇത്രയും വലിയൊരു സർപ്രൈസ് നിങ്ങൾക്ക് വേണ്ടി റിവീൽ ചെയ്തു. ഇതിന്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇടുന്നതായിരിക്കും. ഇനി അങ്ങോട്ട് ഉള്ള സെഷൻസിൽ ഷിബില മാം വരുന്നതായിരിക്കും നിങ്ങൾക്ക് കെമിസ്ട്രി പഠിപ്പിക്കാനായിട്ട്. ഷിബില മാമിനോട് ചോദിക്കേണ്ട വേറെ എന്തെങ്കിലും ചോദ്യങ്ങളോ മാമിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. സോ ഡെഫിനറ്റ്ലി മാം അതിനൊക്കെയുള്ള റിപ്ലൈ സെഷൻസിലൊക്കെ ആയിട്ട് തരുന്നതായിരിക്കും. സോ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ശരിക്കും ഒരു ലേഡീസ് ഹോസ്റ്റൽ എഫക്റ്റ്. സോ ഇനി നിങ്ങളുടെ എന്താ പറയുക ബോർഡ്സിന്റെ ആണെങ്കിലും നീറ്റിന്റെ പ്രിപ്പറേഷൻ ഒക്കെ ആണെങ്കിലും ഞങ്ങൾ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും മുന്നോട്ട്. എന്ത് ഹെൽപ്പ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുള്ള നിങ്ങളുടെ റിക്വയർമെന്റ്സ് അത് ഞങ്ങൾ അറിയിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടത്. അറിയിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും സൊല്യൂഷൻ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, സോ ഞങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ നിങ്ങളും സപ്പോർട്ട് ചെയ്യുക. കോൺസ്റ്റന്റ് ആയിട്ട് സെഷൻസ് ഒക്കെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോടും ഫാമിലിയോടും ഒക്കെ പറഞ്ഞത് ഷെയർ ചെയ്യുക. പിന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വേദാന്തു മലയാളം യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇനി സെഷൻസിൽ കാണാം. ഓക്കെ, ബൈ ബൈ, താങ്ക് യു. അപ്പോൾ എൻ്റെ ആദ്യത്തെ സെഷൻ ഇന്ന് രാത്രി 8 മണിക്കാണ്. അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇമ്പോർട്ടൻറ്റ് കെമിക്കൽ റിയാക്ഷൻസ്, 12th കെമിസ്ട്രിയിലെ ഇമ്പോർട്ടൻറ്റ് കെമിക്കൽ റിയാക്ഷൻസ് ആണ് നമ്മളതിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ എല്ലാവരും വരിക, കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്